അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആശങ്കയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആശങ്ക അത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമോ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന ഒരു ഭയത്തിന് പറയുന്ന പേരായി ആശങ്കയെ നമുക്ക് കാണാം. ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന സത്യമാണ്. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സംഭവിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ല നിലപാടെടുക്കുന്നവരെയും ചീത്ത നിലപാടെടുക്കുന്നവരെയും തിരിച്ചറിയാനാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതും നമ്മളെ എല്ലാവരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചതും. അതുകൊണ്ട് തന്നെ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല എന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സർവജ്ഞനും സർവനിയന്താവുമാണ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ പരിമിതികൾ നമ്മുടെ സൂക്ഷ്മജ്ഞാനത്തെ തടയുന്നുണ്ട്. നമുക്ക് കൂടുതൽ അറിവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അള്ളാഹു അറിയിച്ചു തന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. മനുഷ്യരെന്ന നിലയിൽ അള്ളാഹുവിനെ കീഴ്പ്പെട്ടവരാണ് നാം എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ അനുസരണം വർദ്ധിപ്പിക്കുകയും ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഖിദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമും തമ്മിൽ നടന്ന സംഭവത്തിൽ ഓരോ സംഭവവും അതാണ് എടുത്തു കാണിക്കുന്നത്. ഒരു കുട്ടിയെ കൊന്നു. അതിന് കാരണം ഭാവിയിൽ അവൻ തൻ്റെ മാതാപിതാക്കളെ കുഫറിലേക്ക് നയിക്കുമെന്നതാണ്. ഒരു കപ്പൽ കേടുവരുത്തിയ കപ്പൽ കൊള്ളയടിക്കാത്ത ഒരു രാജാവ് ആ കപ്പലിന് പിന്നിലുണ്ടായിരുന്നു. ഒരു മതിൽ ശരിയാക്കി ആ മതിലിന് താഴെ അനാഥ ബാലൻ്റെ സ്വാലിഹായ മാതാപിതാക്കളുടെ അനാഥ ബാലൻ്റെ നിധിയുണ്ടായിരുന്നു എന്നതൊക്കെ ഓരോ കാരണങ്ങളാണ്. ഇങ്ങനെ നമുക്കറിയാത്ത കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തിൽ വിധി സംഭവിക്കുമെന്ന വിശ്വാസമുണ്ടായിരിക്കണം. 99 നാമങ്ങൾ അള്ളാഹുവിന് അവയെക്കൊണ്ട് പരിചയപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. സമീ ആണ്. ആ കഴിവ് വേറെ ആർക്കുമില്ല. ബസീറാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ആവർത്തിക്കണം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നൊരു ബോധം നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ അന്നകും തവക്കൽന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, അള്ളാഹുവിനോട് യഥാർത്ഥ തവക്കുൽ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ലറസഖക്കും, നിങ്ങൾക്ക് അള്ളാഹു തആല ഭക്ഷണം തരും. കമാ യർസുഖു തയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം തരുന്നത് പോലെ. തഗ്ദു ഖിമാസ, ഒരു ഒഴിഞ്ഞ വയറുമായി പുറപ്പെടുന്നു. വ തഅദു ബിത്താന, അവർ ഒഴിഞ്ഞ വയറുമായി മടങ്ങുന്നുമുണ്ട്. ഈ ഒഴിഞ്ഞ വയറുമായി പോകുന്ന പക്ഷിക്ക് എവിടെയാണ് അവൻ്റെ ഉപജീവനം, അതിൻ്റെ ഉപജീവനം എന്നറിയുകയില്ല. അത് അറിയുന്നവൻ അള്ളാഹുവാണ്. അതവൻ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ അതിലേക്ക് എത്തും എന്ന വിചാരത്തോടു കൂടി റിസ്ക് തേടുന്നവന് ഈ ലോകത്ത് റിസ്ക് ലഭിക്കും. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവൻ എന്ത് ചെയ്യും, ഉപജീവനം അള്ളാഹു നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ ഫഹുവ ഹസ്ബുഹു, അവൻ മതി, അള്ളാഹു മതി അവന്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, എല്ലാ കാര്യവും അള്ളാഹു മറികടക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ഫീ കുല്ലി ഷൈഇൻ ഖദ്റ, അള്ളാഹു ഓരോന്നിനും ഓരോ കാര്യത്തിനും അള്ളാഹു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് പ്രതിഫലം ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അതേപോലെ സന്തോഷങ്ങൾ വരുമ്പോൾ അതിന് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ
എന്തു കാര്യം സംഭവിക്കണമെങ്കിലും അവൻ്റെ പിന്തുണയും അവൻ്റെ സഹായവും ആവശ്യമാണ് എന്നൊരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.